നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറേ നാളത്തെ സ്കൂളിലെ ക്ലാസ്സുകൾക്ക് ശേഷം വീണ്ടും ഓൺലൈൻ മാത്രമായി ഒന്ന് ചുരുക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ ഒരു സാഹചര്യം വെച്ച് നമുക്കറിയാം, ഉടനെയെങ്ങും നമുക്ക് സ്കൂളിലുള്ള ക്ലാസ്സുകൾ മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ നമ്മുടെ ഒരു ഭാഗമായി തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ കൂടുതൽ കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിനാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരുമിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പാക്കേജാണ് GSUIT. ആക്ച്വലി ഗൂഗിളിൻ്റെ തന്നെ ഒരു സംവിധാനം, ഗൂഗിൾ എന്ന ഏജൻസി ഓർഗനൈസേഷൻ്റെ തന്നെ ഒരു സംവിധാനമാണ്. പക്ഷേ അത് നമ്മൾ കുറച്ച് അഡീഷൻസ് ഇട്ട് നമ്മളത് ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട്. ആർക്ക് വേണ്ടിയിട്ട്? നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കുടക്കീഴിൽ ഇവരെ എല്ലാവരെയും കൂടി അണിനിരത്തുന്ന ഒരു പ്രോജക്റ്റാണ് GSUIT. ഓൾറെഡി നമ്മുടെ സ്കൂളിൽ +2 സ്റ്റുഡൻസും ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി +1 സ്റ്റുഡൻസായ നിങ്ങളും കൂടെ ഇതിൻ്റെ ഭാഗമാകണം. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. ഇതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത്രയും നാളും ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്ന ഗൂഗിൾ മീറ്റ് വഴിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഗൂഗിൾ ക്ലാസ് റൂമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും. സ്മാർട്ട് ഫോണിൽ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് നമ്മുടെ ആദ്യത്തെ ജോലി. ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സ്മാർട്ട് ഫോണിൽ നിങ്ങൾ ഒരു സ്ക്രീൻ ലോക്ക് ഇടണം. ലോക്ക് നിങ്ങളുടെയൊക്കെ ഫോണിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒരു സ്ക്രീൻ ലോക്ക്, ഏതെങ്കിലും നമ്പർ ലോക്കോ ഫിംഗർ ലോക്ക്, എന്തെങ്കിലും നമ്പർ ലോക്കാണ് അവർ പറയുന്നത്. ഒരു നമ്പർ ലോക്ക് ഫോണിലുണ്ടായിരിക്കണം. എന്നിട്ട് വേണം ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് അവിടെ ഒരു ലോഗിൻ ID-യും പാസ്വേഡും ചോദിക്കും. ഇവിടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി മുതൽ നമ്മുടെ Gmail ID-യോ പാസ്വേഡോ അല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോ ഉള്ള എല്ലാ കുട്ടികൾക്കും സ്വന്തമായിട്ടൊരു ID ഉണ്ട്. ആ ID-യും പാസ്വേഡും അവർ തരുന്ന മെമ്മറി സ്പേസും ആയിരിക്കും നമ്മളിനി യൂസ് ചെയ്യുക. അല്ലാതെ നമ്മളിനി Gmailൻ്റെ പുറകെ പോകണ്ട. ഓക്കെ, Gmail ID നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. നമ്മളിനി അതിനെ അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പുതിയ ID-യും പാസ്വേഡും ആണ്. അപ്പം നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുക്കേണ്ട ഇമെയിൽ ID ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമല്ല, ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്, PDF ആയിട്ട് സെൻഡ് ചെയ്തിരിക്കുവാണ്. അപ്പം നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ID നിങ്ങൾ കണ്ടുപിടിക്കണം. എവിടുന്ന്? ആ PDF ഫയൽ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പേരും ക്ലാസ്സും ഇമെയിൽ ID-യും ആൽഫബറ്റിക് ഓർഡറിൽ, കുട്ടികളുടെ നെയിമിൻ്റെ ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഒരു PDF ഫയൽ ഇതിനോടൊപ്പം സെൻഡ് ചെയ്തിരിക്കുന്നു. ആ PDF ഫയലിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ആയിട്ടുള്ള ID കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളതൊരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളങ്ങ് എഴുതി വെച്ചാൽ എളുപ്പമുണ്ട്. ഇനി എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ തുടക്കം H ആണ്. സ്മോൾ ലെറ്റർ H-ലാണ് തുടങ്ങുന്നത്. H ഹയർ സെക്കൻഡറി H. എന്നിട്ട് നമ്മുടെ സ്കൂൾ കോഡാണ് എഴുതിയിരിക്കുന്നത് 5057 ഡോട്ട്. അത് കഴിഞ്ഞിട്ട് 5057 ഡോട്ട്. പിന്നെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആക്ച്വലി അത് അവരുണ്ടാക്കിയ നമ്പറല്ല. ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു HS ക്യാപ്പിൽ +1 അഡ്മിഷന് വേണ്ടിയിട്ട്. ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് 150 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്തിരുന്നു. ആ ആപ്ലിക്കേഷൻ നമ്പറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളെ ആ ആപ്ലിക്കേഷൻ നമ്പർ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പർ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് നോക്കാം. എന്തെങ്കിലും ആപ്ലിക്കേഷൻ നമ്പറിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് ചോദിക്കുക. കാരണം ടീച്ചർമാർക്ക് കൃത്യമായിട്ട് അറിയാം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ID കൊടുത്തു, പുതിയ ID.
ഇനി നിങ്ങളോട് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ID കൊടുത്താൽ പിന്നെ ചോദിക്കുന്നത് പാസ്വേഡാണ് അല്ലേ? പാസ്വേഡ് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടല്ലോ, ഈ 150 തുടങ്ങുന്ന ഈ ആപ്ലിക്കേഷൻ നമ്പർ ഹാഷ്, ആപ്ലിക്കേഷൻ നമ്പർ കഴിഞ്ഞിട്ട് ഹാഷ്, എന്നിട്ട് ക്യാപിറ്റൽ H yes സ്മോൾ എസ് ഇ, സ്മോൾ എസ് സ്മോൾ ഇ, ക്യാപിറ്റൽ H സ്മോൾ എസ് സ്മോൾ ഇ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ HSE, H ക്യാപിറ്റൽ. അതും ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ യൂസർ ഇമെയിൽ IDയും പാസ്വേഡും കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത്. ഇനി ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ചിലപ്പം വരാം. കാരണം ഓൾറെഡി ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ പ്രശ്നം വരാം. അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നം വരുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ 2 നമ്പറുകൾ ഇതിൻ്റെ താഴെ ഇട്ടിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അത് നമ്മുടെ സ്കൂളിലെ തന്നെ കുട്ടികളാണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. അവരിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവർ ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുണ്ട്. പലരുടെയും പ്രശ്നങ്ങൾ ചെയ്ത് അവർക്ക് കുറച്ചുകൂടി അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങളിത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ജോലി ആക്ച്വലി ഇത് ചെയ്യേണ്ടത് ടീച്ചർമാരാണ്. ടീച്ചർമാർ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യും. അവർ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സ്, ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്താൽ മതി. ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ടീച്ചർമാർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. ഇപ്പം ഒരു ക്ലാസ്സിൽ, അതായത് ഇപ്പം ബയോളജി ക്ലാസ്സിൽ +1 ബിയിൽ +1 ബയോളജി എ ക്ലാസ്സിൽ +1 ബയോളജി എ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ കെമിസ്ട്രി ടീച്ചറാണ്. കെമിസ്ട്രി ടീച്ചർ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ തരും. ആ ഇൻവിറ്റേഷൻ ഒന്നുകിൽ ടീച്ചർ വാട്സാപ്പിൽ കൂടിയോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം വഴി തന്നെയോ നിങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളിത് ആക്സെപ്റ്റ് ചെയ്യണം. അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ജോലി. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളതിൻ്റെ ഭാഗമാകുന്നുള്ളൂ. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ജോലി ഇതാണ്. ടീച്ചേഴ്സ് എന്താണ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എത്ര ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്? നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് ആണെങ്കിൽ 6 ഇൻവിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. 6 സബ്ജക്റ്റ് 7 പേരാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 7 പേരുടെ ഇൻവിറ്റേഷനും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്ര എണ്ണമാണോ വരുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം ടീച്ചർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ വാട്സപ്പിൽ കൂടെ ടുമോറോ യു വിൽ ഹാവ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് അയക്കുന്ന മെസ്സേജ് അയക്കാൻ പറ്റും. അസൈൻമെൻറ്റ് തരാൻ പറ്റും, ദെൻ പ്രോജക്റ്റ് തരാൻ പറ്റും, ഓൺലൈൻ ടെസ്റ്റുകൾ നടത്താനായിട്ട് സാധിക്കും. ഇങ്ങനെ പല ഓപ്ഷൻസും അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഏറ്റവും പ്രധാനമായിട്ടും ടീച്ചറിന് ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ പുതിയ ലിങ്ക് നിങ്ങൾക്ക് അയക്കുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. മനസ്സിലായോ? ഞങ്ങൾ പുതിയ ലിങ്ക് എടുക്കുകയോ അയക്കുകയോ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ജോയിൻ ചെയ്യാനായിട്ട് ടീച്ചർ അവിടെ വിസിബിൾ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ കൊടുത്താൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാനായിട്ട് സാധിക്കും. ക്ലാസ് ഓൾറെഡി ഗൂഗിൾ മീറ്റ് തന്നെ ആയിരിക്കും ക്ലാസ്. പക്ഷേ പോകുന്നത് ജിമെയിൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ അല്ല പോകുന്നത്. ഗൂഗിൾ ക്ലാസ് റൂം വഴി ഡയറക്റ്റായിട്ട് മീറ്റിലേക്ക് കയറുമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനകത്ത് എന്തൊക്കെ. അപ്പോൾ നമ്മളിപ്പോഴും ഉപയോഗിക്കുന്ന വാട്സാപ്പിനെയാണ് ഉപയോഗിക്കുന്നത്. മെസ്സേജുകൾ ടീച്ചർമാർ നിങ്ങൾക്ക് അയക്കാനൊക്കെ വാട്സാപ്പിനെ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനും ഒക്കെ നമ്മൾ പുറത്തുള്ള മാധ്യമങ്ങളെ അല്ലെങ്കിൽ ഈ സാധനങ്ങളെ നമ്മൾ കൂട്ടുപിടിക്കുന്നുണ്ട്. നമുക്കിനി അവരുടെ ഒന്നും കൂട്ട് വേണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് G Suiteൻ്റെ കൂട്ട് മാത്രം മതി. G Suiteൻ്റെ കൂട്ട് വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്കിതിനെപ്പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഈ താഴെ പറയുന്ന നമ്പറുകളിൽ നിങ്ങൾ വിളിച്ചോളുക. നിങ്ങൾക്ക് ഒരു മടിയൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ തന്നെ കുട്ടികൾ തന്നെയാണ്. എന്നെ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഇടയ്ക്കൊക്കെ ഒത്തിരി സോൾവ് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. കാരണം ഫോണിൽ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഫോണിൽ വരുമ്പോൾ പല ഫോണിലും പല സെറ്റിങ്സ് ആയിരിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ വരും. അങ്ങനെ വന്നാൽ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ഇവരെ വിളിച്ച് ചോദിക്കും. ഇവരെ ആരെങ്കിലും വിളിച്ച് ചോദിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പിന്നെ എന്നെ വിളിച്ചോളും. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.